സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരള ടീം ഇന്ന് ശക്തരായിട്ടുള്ള മുംബൈയെ നേരിടുകയാണ്. കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. ഓൾറെഡി സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരള ടീം ആവട്ടെ 3 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അതിൽ 2 വിജയം കേരള ടീം സ്വന്തമാക്കിയപ്പോൾ ഒരു മത്സരം കേരള ടീം പരാജയപ്പെടുകയായിരുന്നു. പരാജയപ്പെട്ടതാവട്ടെ മഹാരാഷ്ട്രക്കെതിരെയുള്ള ഒരു മത്സരമാണ് കേരള ടീം പരാജയപ്പെട്ടിട്ടുള്ളത്. മുംബൈ ആവട്ടെ ഈ ഒരു സയ്യിദ് മുസ്താഖ് അലി 2 കളി കളിച്ചപ്പോൾ 2ലും വിജയിച്ചുകൊണ്ട് അവരാണ് ഇപ്പം 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏതായാലും വളരെ മികച്ചൊരു മത്സരം എന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം കേരള ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ, വിഷ്ണു വിനോദ്, സച്ചിൻ ബേബി, ബേസിൽ തമ്പി, അതുപോലെ വിനോദ് കുമാർ CV പോലത്തെ ഒരു പിടി മികച്ച താരങ്ങളുടെ ടീമാണ് കേരള ടീം. എന്നാൽ മറുഭാഗത്ത് മുംബൈ ആവട്ടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ്. അജിങ്ക്യ രഹാനെ, അതുപോലെ ശ്രേയസ് അയ്യർ, തുഷാർ ദേശ്പാണ്ഡെ, ശിവൻ ഡുബെ പോലത്തെ ഒരു പിടി മികച്ച താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് മുംബൈയും. സമീപകാലത്ത് മുംബൈയും കേരളവും സയ്യിദ് മുസ്താഖ് അലിയിൽ ഏറ്റുമുട്ടിയ സമയത്തെല്ലാം കേരള ടീമാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം സയ്യിദ് മുസ്താഖ് അലിയിൽ മുംബൈക്കെതിരെ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ടീമാണ് കേരള ടീം. ഏതായാലും ഇന്നത്തെ മത്സരം കേരള ടീം മുംബൈയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ കേരള ടീം ഈ ഗ്രൂപ്പിൽ സയ്യിദ് മുസ്താഖ് അലി ഈ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നീട് സഞ്ജു സാംസണും റോഹനസ് കുന്നുമലായിരിക്കും ഇന്നത്തെ മത്സരത്തിലും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം മുംബൈ മത്സരം ആര് വിജയിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.